ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക. അതിനുശേഷം നാളെ മുതലായിരിക്കും ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് വിവരം ലഭിക്കുന്നത്. നാളെയും മറ്റന്നാളും ട്രംപിന്റെ ചൈനീസ് സന്ദർശനം തുടരും. അതിനുശേഷം മറ്റന്നാളായിരിക്കും അദ്ദേഹം തിരിച്ച് US-ലേക്ക് യാത്ര തിരിക്കുക. ഇപ്പോൾ അദ്ദേഹം ചൈനയിലേക്കുള്ള യാത്രയിലാണ്. ഒരു നീണ്ട യാത്രയാണ്. ഇന്ന് രാത്രിയോടെ ചൈനയിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചന. ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ട്രംപ് വ്യക്തമാക്കിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ട് താൻ ഒരു ദീർഘനേര ചർച്ച ഇറാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നടത്തും. ഇപ്പോൾ ഷീ ജിങ് പിങ്ങിന് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനാകും. അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്താണ് എന്നെല്ലാം ട്രംപ് മാധ്യമങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ ട്രംപിൻ്റെ മറ്റൊരു പരാമർശം US-ൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഗ്യാസ് പ്രൈസ് റൈസിനെ പറ്റിയിട്ടാണ്. അതായത് റിപ്പോർട്ടർമാർ ട്രംപിനെ പറ്റി ചോദിച്ചത് ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരുന്നത് കാരണം ഈ ഗ്യാസ് പ്രൈസ് വർധനവിൽ താങ്കൾക്ക് ആശങ്കയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ തൻ്റെ നിലവിലെ ലക്ഷ്യം ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഗ്യാസ് പ്രൈസ് ഒന്നും തന്നെ ബോദർ ചെയ്യുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ അമേരിക്കയിൽ ഒരു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അതായത് വലിയ തരത്തിലുള്ള ഒരു എണ്ണവില വർധനവ് ഇപ്പോൾ അമേരിക്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ യുദ്ധത്തിൽ മാത്രമാണ് തൻ്റെ ശ്രദ്ധ എന്ന് പരാമർശിച്ച ട്രംപിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ പല തലങ്ങളിലായിട്ട് മുഴങ്ങി വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ചൈനയിലെത്തിയതിന് ശേഷം ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പ്രധാനമായിട്ടും ചൈനീസ് സന്ദർശനത്തിന് പിന്നിലുള്ള ഉദ്ദേശം ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മാത്രമല്ല, തായ്വാൻ വിഷയം ഒരു മുഖ്യ ചർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ AI വിഷയം, അതുപോലെ ഈ റെയർ എർത്ത് എലമെന്റ്സിൻ്റെ ഒരു ട്രാൻസ്മിഷൻ, പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യാപാര വിഷയങ്ങൾ, ചൈനയുമായിട്ട് ഒരു വ്യാപാര യുദ്ധമടക്കം അമേരിക്കയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എലോൺ മസ്ക്, അതുപോലെ ടിം കുക്ക്, പിന്നെ ബോയിങ് വിമാനത്തിൻ്റെ CEO ഇവരെ എല്ലാവരെയും ട്രംപിനോടൊപ്പം തന്നെ ചൈനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്.